രാവിലെ തന്നെ അമ്മയും ശാലും കൂടെ ഇതാ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. തുണിയൊക്കെ എന്തൊക്കെയോ ഇനി വാരി കെട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ബാഗ് എടുത്തിട്ടുണ്ട് ശാലു. ഇനി അവിടുന്ന് എന്തൊക്കെയോ വാരി കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും കേട്ടോ. പിന്നെ ശാലു എന്താ പെട്ടെന്ന് വന്നതെന്ന് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശാലു പെട്ടെന്ന് വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ അമ്മാമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വരേണ്ടതായിട്ട് വന്നു. അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തതുകൊണ്ട് കൂട്ടിന് ഇവളും കൂടെ വന്നേ കേട്ടോ. അപ്പോൾ ഇനി ശാലു 2 ദിവസം കഴിയുമ്പോൾ അവളങ്ങ് പോവും. അപ്പോൾ ഇന്ന് അടക്കമൊക്കെ ഇന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശാലുവും അമ്മയും കൂടെ രാവിലെ മരണ വീട്ടിലോട്ട് പോയതിന് ശേഷം മാത്രമേ പിന്നെ വീട്ടിലോട്ട് പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ അവർ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പോയതിന് ശേഷം പിന്നീട് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുവാണെങ്കിൽ അതൊരു രസമാണല്ലോ. പക്ഷെ ഒത്തിരി നേരം ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. നല്ല ബാക്ക് പെയിൻ വരും. അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഓരോന്നും കുറേശ്ശെയായിട്ട് ചെയ്യാമെന്ന് എഴുതി. ബെഡൊക്കെ ഒരുമാതിരി കിടക്കായിരുന്നു. അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ വേറെ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് അവിടേക്കൊന്ന് തൂത്തുവാരിയൊക്കെ ഇടാമെന്നൊക്കെ കരുതി. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. 4 സൈഡും കെട്ടിയിട്ടാട്ടോ ഞാൻ ബെഡ്ഷീറ്റ് ഇടുന്നത്. അതാകുമ്പോഴത്തേക്ക് ഒന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ ഇനി കൂടെ വരത്തില്ല. ഇല്ലെങ്കിൽ ആണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞിനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പം തന്നെ ഇങ്ങ് കൂടെ വരും കേട്ടോ ആ സൈഡിലെ ബെഡ്ഷീറ്റ്. അതുകൊണ്ട് ഞാനിങ്ങനെ കെട്ടിയിട്ടതിന് ശേഷം വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് വലിയ ബെഡ്ഷീറ്റ് ആണെങ്കിലും നന്നായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ തുണിയൊക്കെ വാരി കഴുകാൻ കൊണ്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തുണി അതിനകത്ത് ഇട്ടിട്ട് ഞാനിങ്ങി പോന്നു. ഇനി നാളത്തെയും കൂടെ, അതായത് ഇന്നത്തെയും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ കഴുകാമെന്ന് വെച്ച് നാളെ കഴുകാമെന്ന് കരുതി. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടാമെന്ന് കരുതി. ഈ ഒരു പ്രഗ്നൻസി പില്ലോ ഇട്ടാൽ പിന്നെ ബെഡിൽ സ്ഥലം കാണത്തില്ല കേട്ടോ. അത്രയ്ക്കൊരു ഇതാണ്. കുഞ്ഞനാണെങ്കിൽ പാവം ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ ഒതുങ്ങി കിടക്കും കേട്ടോ. നീ ഇങ്ങോട്ട് നീങ്ങി കിടക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അത്രയും സ്ഥലം, ഇതും കൂടെ ഇരിക്കുന്നത് കാരണം അത്രയും സ്ഥലം അങ്ങ് പോകും. അതുകൊണ്ട് ആൾക്ക് കിടക്കാൻ ഇങ്ങനെ കുറച്ച് സ്ഥലമേ കാണത്തുള്ളൂ. പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് നീങ്ങി കിടന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിരിക്കും കുഞ്ഞൻ കയറി കിടക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും പറ്റാത്ത അവസ്ഥയൊക്കെ ആവും. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇതിനെയും കാട്ടി എനിക്ക് യൂസായിട്ട് തോന്നിയിട്ടുള്ളത് ഈ നടുവിനും വയറിനും മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട് കേട്ടോ പ്രഗ്നൻസി പില്ലോ. അതേപോലെ കഴുത്തിനും പിന്നെ കാലിന് വെക്കാനും ഒക്കെ ഉള്ള രീതിയിൽ. അതാകുമ്പോൾ സ്ഥലം ലാഭിക്കുകയും ചെയ്യാം. പക്ഷേ ചെറുതാണ്, പക്ഷെ നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 1-2 വീഡിയോസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ആദ്യം കണ്ടിരുന്നെങ്കിൽ അതേ വാങ്ങിക്കുള്ളൂമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചു പോയല്ലോ, പിന്നെ ഇനി ഇതെടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പാടുണ്ട് കേട്ടോ. വയറായതിന് ശേഷം ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടി മുകളിൽ കയറുന്നതെന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ മുകളിൽ കയറിയൊക്കെ ഇരുന്നിട്ടാണ് അപ്പുറത്തെ സൈഡൊക്കെ ഇട്ട് കൊടുത്തത്. കുറച്ച് നേരം ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നല്ല സുഖമാണ് നടുവിന്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ വിയർത്തൊലിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു എന്തൊരു ചൂടാണ്. കുറച്ച് ദിവസം നല്ല മഴയാണ്, എന്നാലും ചൂടായിരുന്നു. ഇപ്പോൾ മഴയില്ല, ഒന്നുമില്ല, നല്ല വെയിലുമായി. എന്ത് ചെയ്യാനാ, വിയർത്തിങ്ങനെ ഒലിച്ചോണ്ടേയിരിക്കും. അയ്യോ, പിന്നെയും പഴയ അവസ്ഥ തന്നെയാണ് എനിക്ക്. എൻ്റെ തലയാണെങ്കിൽ എപ്പോഴും നനഞ്ഞുകൊണ്ടേയിരിക്കും. പനി പിടിക്കാത്തത് എന്തോ വലിയ ഭാഗ്യം എനിക്ക് കേട്ടോ. കാരണം പ്രഗ്നൻ്റ് ആയ സമയം തൊട്ടേ ഇങ്ങനെ ഭയങ്കര ചൂട് കാരണം എനിക്ക് തല എപ്പോഴും നനഞ്ഞിങ്ങനെ കുഴഞ്ഞിരിക്കും. നമ്മൾ തലയിൽ ഒരു കപ്പ് വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെയാണ് എൻ്റെ തലയിരിക്കുന്നത്. കാരണം മുടിയൊക്കെ നനഞ്ഞ് കുഴഞ്ഞിരിക്കും. പക്ഷെ എന്തായാലും വിയർപ്പ് അങ്ങനെ താന്ന് പനിയൊന്നും പിടിച്ചിട്ടില്ല ഇതുവരെ. അത് തന്നെ വലിയ സമാധാനം. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പനി അങ്ങനെ ആവുമോ എന്ന്. പക്ഷേ ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അത് തന്നെ വലിയ പുണ്യമെന്നങ്ങ് കരുതുക. ഇല്ലെങ്കിൽ പനിയൊക്കെ ആയിക്കഴിഞ്ഞ് ചുമയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണല്ലോ, വയറുവേദനയൊക്കെ വരും. അതുമാത്രമല്ല, എനിക്ക് പനി വന്നാൽ പിന്നെ കുറേ നാൾ നിൽക്കും കേട്ടോ. അങ്ങനെയൊന്നും പനി വരാറില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ കുറേ ദിവസം നിൽക്കും. എനിക്ക് 1 മാസമൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും കേട്ടോ. അതുകൊണ്ട് വരാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഇട്ടതിന് ശേഷം അവിടേക്കൊന്ന് തൂത്തൊക്കെ വരാമെന്ന് കരുതി. പുറത്ത് നല്ല വെയിലുണ്ട്. ഇന്ന് കുറച്ച് തുണിയൊക്കെ കഴുകിയിടണമെന്നൊക്കെ വിചാരിച്ചു. ഇനിയിപ്പം എന്തായാലും തുണി കഴുകാനുള്ളൊരു മൂഡില്ല. അതുകൊണ്ട് ഇനി നാളേക്കാണ് ആവട്ടെ എന്ന് എഴുതി. കുഞ്ഞിൻ്റെ 1-2 കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിരുന്നൊന്ന് കഴുകിയിടണം എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാൻ കഴുകാമെന്നും പറഞ്ഞിട്ടാണ്. പിന്നെ അവിടേക്ക് അകമൊക്കെ ഒന്ന് തൂത്ത് വാരിയതിന് ശേഷം പിന്നെ പുറത്തോട്ടും ഒന്ന് തൂക്കാനൊക്കെ കിടപ്പുണ്ട്.
ഭയങ്കര പൊടിയാണ് കേട്ടോ. എവിടുന്ന് കയറി വരുന്നതെന്ന് അറിയത്തില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ കതവ് അടച്ചൊക്കെയാണ് ഇടാറുള്ളത്. റൂമിൻ്റെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, നമ്മളങ്ങനെ തുറക്കാറേ ഇല്ല. ഇടയ്ക്ക് മാത്രമാണ് ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നത്. പക്ഷെ പൊടി എവിടെ നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല, ഭയങ്കര പൊടിയുടെ ശല്യമാണ്. അകത്താണെങ്കിൽ റൂമിലാണെങ്കിൽ ഞാൻ 2-3 ഫോട്ടോ ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ പൊടി കയറി നശിച്ച് നാനാവിധമായിരിക്കുക. അത് മാത്രമല്ല, ഇരിക്കുന്ന ഓരോ സാധനത്തിനകത്ത് പൊടി കയറിയിട്ട് പന്നലായിട്ട് അതും വൃത്തിയായിട്ടിരിക്കുക. നമ്മളിപ്പോൾ തുടച്ച് വൃത്തിയാക്കി ഒരാഴ്ച പോലും ഇരിക്കത്തില്ല, അതിന് മുന്നേ പിന്നെ അതിനകത്ത് പൊടി കയറും. അതിനകത്ത് ഹെയർ ഹോളൊന്നും ഇല്ല, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, എവിടുന്ന് കയറുന്നൊന്നും അറിയത്തില്ല. അത്രയ്ക്ക് അങ്ങ് പൊടിയുടെ ശല്യമാണ്. പിന്നെ ഇതാ മാറാല, എത്ര അടിച്ചാലും പോകാത്ത ഒരു സാധനമാണ് ഈ മാറാല. പെണ്ണുങ്ങൾ അടിച്ചാലെങ്കിലും പിന്നെയും വരുമെന്നാണ് പറയുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഉള്ളതാണോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല. ഇനി കുഞ്ഞിനെ കൊണ്ടങ്ങാണോ ഒന്ന് അടുപ്പിച്ച് പോകണം, അപ്പോഴത്തേക്ക് ആണുങ്ങൾ അടിച്ചാൽ മാറാല മാറുമോ ഇല്ലയോ എന്നൊന്നും അറിയണമല്ലോ. പിന്നെ ഇതാ അവിടേക്ക് ഒന്ന് മാറാലേക്ക് അടിച്ച് ഒന്ന് തൂക്കുന്നുണ്ട്. തൂക്കുമ്പോൾ ഞാനിങ്ങനെ കാണുന്ന മാറാലയും പൊടിയൊക്കെ അങ്ങ് അടിച്ചങ്ങ് മാറ്റും കേട്ടോ, കൈയോടെ. ഇല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെയും കൂടുകൂട്ടി ഇങ്ങനെ വലുവലാന്ന് ഇങ്ങനെ കിടക്കും, താഴോട്ട് തൂങ്ങി. അങ്ങനെ ഇതാ അവിടേക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ പിന്നെ പറയാൻ വേണ്ട, പൊടിയുടെ മേളമാണ്. നമ്മൾ തൂത്ത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് മാറിയിട്ട് തിരിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും പൊടി കയറിയിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. ഈ തിളങ്ങുന്ന ഭാഗമൊക്കെ പൊടി കയറിയിട്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും പൊടിയാണെന്നുള്ള രീതിയിൽ. കാരണം ആ ഒരു കളർ വ്യത്യാസം വരും ആ ടൈലിനൊക്കെ. അങ്ങനെ ഇതാ അവിടേക്കൊന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗം നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. 2 ദിവസമായിട്ട് ഞാനൊന്ന് ഫ്രണ്ട് തൂക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതിൽ കൂടെയാണ് കാർ പോർച്ചിനകത്തൂടെയാണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. വണ്ടി തിരിക്കാനും അവർ ഇവിടെ കൊണ്ടിട്ടൊക്കെ ആയിട്ടോ തിരിക്കുന്നത്. അത് കാരണം ഈ വീലിനകത്ത് നിറയെ മണ്ണ് കാണുമല്ലോ, അതെല്ലാം ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇവിടെ തന്നെ ആകും. ഇടയ്ക്കിടയ്ക്ക് തൂത്താലും മണ്ണ്, ഭയങ്കര മണ്ണ്. എനിക്കൊന്നും അതുകൊണ്ടൊക്കെ ആയിരിക്കും പൊടി ഒരുപാട് ഇങ്ങനെ കയറുകയും ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പട്ടിയൊക്കെ എവിടെ നിന്നൊക്കെ സാധനങ്ങൾ എന്തൊക്കെ കടിച്ചു പറിച്ച് കൊണ്ടിടാവോ അതെല്ലാം നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ടുവന്നിടുന്നത്. ഭയങ്കര സ്മെല്ലാണ്. കുഞ്ഞുങ്ങളുടെ പാമ്പേഴ്സൊക്കെ എവിടെ നിന്നൊക്കെ കടിച്ച് കയറി കൊണ്ടുവന്ന് അതിൻ്റെ ആ ജെല്ലും എല്ലാം ആക്കി ഇങ്ങനെ ഇടും. ഭയങ്കര സ്മെല്ല് കാരണം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ കതക് തുറന്നിറങ്ങിയപ്പം കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര സ്മെല്ലായിരുന്നു ഫ്രണ്ടിലോട്ട്, ഭയങ്കര സ്മെല്ല് വരുന്നത്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോഴവിടെ ജെല്ലായിട്ടൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. വേസ്റ്റാണല്ലോ, കുഞ്ഞുങ്ങളുടെ ആയാലും വലിയവരുടെ ആണെങ്കിലും തന്നെ അത് 2-3 ദിവസം കഴിയുമ്പോൾ നല്ല സ്മെല്ല് വരുമല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കി കളയാമെന്ന് എഴുതി. അവിടേക്ക് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ആകെ മണ്ണും പൊടിയും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തൂത്തു. എൻ്റെ പൊന്നെ, കുനിഞ്ഞിരുന്ന് തൂക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എവിടേക്കോ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമായിരുന്നു. വയറിനാണോ നടുവിനാണോ അങ്ങോട്ട് കുനിയാൻ പറ്റുന്നില്ല അങ്ങോട്ട് നന്നായിട്ട്. പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നന്നായിട്ട് അങ്ങോട്ട് കുഞ്ഞ് ചൂല് വെച്ച് കുനിഞ്ഞങ്ങോട്ട് കൈവീശി അങ്ങോട്ട് തൂക്കണം, എന്നാലേ നല്ലത് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നെ, എന്തൊരു വേദന എന്നറിയോ. ഈ ചൂലിന് ഇത്രയും നീളം ഉണ്ടായിട്ട് തന്നെ എനിക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വയറുള്ളത് കൊണ്ട് ഇങ്ങനെ കുനിയുമ്പോഴത്തേക്ക് എന്തോ അടിവശത്തൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടും വേദനയോ എനിക്കറിയത്തില്ല. ഇവന് എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ നിന്ന് തൂത്തിട്ട് കയറി വന്നേ. എല്ലാം അവിടെ തൂത്ത് വൃത്തിയാക്കി, എങ്ങനെയൊക്കെയോ തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇനി കയറി പോന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് ഉച്ച ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉച്ചയ്ക്ക് ടാബ്ലറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചിട്ട് പിന്നെ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഇത്തിരി ചോറും പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു. അപ്പോൾ അവിയൽ ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്, ചോറ് ഇത്തിരിയല്ലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് അവിയൽ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ സാമ്പാറുമായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂട്ടി കഴിക്കാൻ പോയി. ആരും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഫുഡ് എടുക്കുന്നത് കണ്ടപ്പോൾ, ഇത്രയും വലിയ പാത്രത്തിൽ കഴിക്കാൻ പാടില്ല. അതെന്താ വലിയ പാത്രത്തിൽ കഴിച്ചാൽ ചെറിയ പാത്രത്തിൽ കഴിച്ചാൽ എല്ലാം ഒരേപോലെ അല്ലേ, നമ്മുടെ വിശപ്പിന് നമ്മൾ കഴിക്കുക, അതിപ്പോൾ ഏത് പാത്രത്തിലായാലും ഇപ്പം എന്താ അല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനി അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. മൊത്തം എവിടേക്കോ ഇച്ചിരി അഴുക്കും പൊടിയൊക്കെ ആയിട്ട് കിടക്കും. എനിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളതായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അടുക്കള ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് പറ്റുന്നില്ലല്ലോ. അവിടെ തൂത്തതിന് ശേഷം ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, വയറിനും നടുവിനൊക്കെ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടേക്കൊന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയൊക്കെ ആക്കിയിട്ട് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. അമ്മയൊക്കെ ഇനി ഫുഡ് കഴിച്ചിട്ടേ വീട്ടിൽ നിന്ന് വരത്തുള്ളൂ, അമ്മയും ശാലും. അന്നേരം പിന്നെ ഇതിവിടെ വെച്ചിരുന്ന ചീത്തയായി പോവല്ലോ. അതുകൊണ്ട് ചോറൊക്കെ തോനെ ഇരിപ്പുണ്ടായിരുന്നു, അതും
കറികളും എല്ലാം പിന്നെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കുന്നുണ്ട്. എപ്പോഴും ഈ കറികളും ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുവാണെങ്കിൽ ഞാൻ വേറെ പാത്രത്തിനകത്ത് ചെറുതിനകത്ത് ഇട്ടിട്ടാട്ടോ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. എനിക്കിന്ന് ഒന്നിനും വയ്യ, ഇനി ഒന്നിനും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതുകൂടെ എടുത്തങ്ങ് വെച്ചു. അത് കഴിഞ്ഞ് ഇതാ കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റും കഴിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ കയ്യിൽ നിന്ന് പോയി. ഇനി ഒന്നിനും ചെയ്യാൻ വയ്യ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, സീ യു.